പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സാമൂഹ്യനീതിയും ഉന്നമനവും ഉറപ്പുവരുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ കാലത്തെ വെല്ലുവിളികളെ നേരിടാൻ ദളിത് ആദിവാസി മേഖലയിലുള്ളവരെ പ്രാപ്തരാക്കുമെന്ന് കണ്ണൂരിൽ മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. നവകേരള സദസ്സിന്റെ തുടർച്ചയായി കണ്ണൂരിൽ നടക്കുന്ന മുഖാമുഖം ആദിവാസി ദളിത് മുന്നേറ്റത്തിനുള്ള സമഗ്ര ചർച്ചാവേദിയാകും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് സർക്കാർ മുന്തിയ പരിഗണനയാണ് നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മികച്ച വിദ്യാഭ്യാസവും തൊഴിലും ഉറപ്പാക്കാൻ മാതൃകാപരമായ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. കുട്ടികളെ പുതിയ കാലത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തമാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു. ഭൂമിയും വീടും ഉറപ്പാക്കാനുള്ള നടപടികൾ തുടർന്നു വരികയാണ്. 2025-നകം ഭൂരഹിതരായ ഭവനരഹിതരായ എല്ലാ പട്ടികജാതി പട്ടികവർഗ ആദിവാസി വിഭാഗങ്ങൾക്കും ഭൂമിയും വീടും ലഭ്യമാക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ പ്രഖ്യാപിത നയമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചരിത്രഗതിയിൽ തങ്ങളുടേതല്ലാത്ത കാരണങ്ങളാൽ പിന്നോക്കമായി പോയ വിഭാഗങ്ങളിലെ കുട്ടികളെ പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തമാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഒരു കുട്ടിക്ക് 28 ലക്ഷം രൂപ എന്ന ക്രമത്തിൽ ചെലവ് ചെയ്തുകൊണ്ട് പൈലറ്റ് കോഴ്സ് പൂർത്തിയാക്കാൻ ഈ വിഭാഗത്തിലെ കുട്ടികളെ പ്രാപ്തരാക്കുന്നതടക്കമുള്ള പദ്ധതികൾ നമ്മുടെ രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത വിധത്തിൽ ഇവിടെ നടപ്പാക്കി തുടങ്ങാൻ നമുക്ക് കഴിഞ്ഞു. ദളിത് ജനവിഭാഗത്തോട് ശത്രുതാപരമായ സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കേന്ദ്രം സ്കോളർഷിപ്പ് നിർത്തലാക്കിയപ്പോൾ ആവശ്യമായ തുക പൂർണ്ണമായും സംസ്ഥാനം നൽകുമെന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രിമാരായ കെ രാധാകൃഷ്ണൻ, കെ രാജൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരും മുഖാമുഖത്തിൽ പങ്കെടുത്തു. ആദിവാസി ദളിത് വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ, യുവാക്കൾ, സ്ത്രീകൾ, പ്രൊഫഷണലുകൾ, സംരംഭകർ, വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചവർ, ഊരുമൂപ്പന്മാർ, ഊരുമൂപ്പത്തിമാർ തുടങ്ങി 1000-ലധികം പേരാണ് മുഖാമുഖത്തിൽ പങ്കെടുത്തത്. കൈരളി ന്യൂസ്, കണ്ണൂർ.